വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിൽ കുറച്ച് ദിവസത്തിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാവിൽ കണ്ട കാഴ്ചയാണ്. ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് നട്ടൊരു പ്ലാവാണിത്. അപ്പോൾ നമ്മൾ നിറയെ ചക്ക കാഴ്ചിങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഒന്നും പാകമായിട്ടില്ല. അപ്പോൾ അന്നേരമാണ് ഇങ്ങനെ താഴെ തറയെ മുട്ടൊരു ചക്ക കിടക്കുന്നുണ്ട്. ഇത് കുഴിച്ചക്ക കേട്ടോ. അപ്പോൾ പ്ലാവ് മാത്രമല്ല, നമ്മുടെ ഒരു കുറേ ജാതിയുടെ മരം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഈ വർഷം ഈ ഒരു മരം നല്ല രീതിയിൽ ഇങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ഒരു 2 ആഴ്ചക്കുള്ളിൽ അതും പാകമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ജാതിയുടെ കുരുവെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട് ജാതി. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇല്ലായിരുന്നു, കിൻഡൽ വാഴ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തൈകളെല്ലാം തന്നെ വീണ്ടും വലുതായിട്ടുണ്ട്. ഇനി അത് പിരിച്ചു വെക്കാറായ കുറച്ച് ചെറിയ ചെറിയ തൈകളുണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഇങ്ങനെ അവിടെല്ലാം കുറച്ച് നേരം കറങ്ങിയപ്പോഴാണ് നിറയെ ഇങ്ങനെ കാന്താരി നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മ അത് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ എന്തൊക്കെയുണ്ടെന്നോ അതൊക്കെ നോക്കി അന്നേരമാണ് വേറൊരു വാഴയിൽ ഇങ്ങനെ ചെറിയൊരു കൊല ഇങ്ങനെ വരുന്നതായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു. പപ്പായ മരയിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ പപ്പായ ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ പിച്ചാത്തി ഒന്നുമില്ല, അത് വെട്ടം വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരത്തേക്ക് വൈകുന്നേരമാണ് നമ്മൾ പോയത്. അപ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് അവിടെ നിന്നും സമയം ചിലവഴിച്ചില്ല. അവിടെ നിന്ന് കറിവേപ്പിലയും കാന്താരിയും പപ്പായ എല്ലാം എടുത്തിട്ട് നമ്മൾ ബൈക്കിലാണ് പോയപ്പോൾ ബൈക്കിൽ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നു. വീടിൻ്റെ അവിടെ തന്നെ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴ ഫുള്ള് നനഞ്ഞു. കണ്ടോ, വീട്ടിൽ വന്നപ്പോൾ ഉള്ള കോലം കണ്ടോ, ഫുള്ള് മഴയാണ്. ഇനിയിപ്പോൾ മഴയില്ലാത്ത ദിവസം വീണ്ടും അവിടെ പോകണം.